ഗുഡ് ഈവനിങ്. എന്തോ പറ്റി? ആർക്കും ഒരു ഉഷാറില്ലല്ലോ. എന്താ ആൽബിൻ? സാർ, ഞങ്ങളുടെ വൊക്കാബുലറി, ഗ്രാമർ, ഫ്ലുവൻസിയും എല്ലാം ഓക്കെയാണ്. ബട്ട് ഞങ്ങൾക്ക് സ്പീക്കിങ്ങിന് സ്കോർ ഇമ്പ്രൂവ് ആകുന്നില്ല. അതിനെന്തെങ്കിലും വേ ഉണ്ടോ ഞങ്ങൾ ഈ സ്കോറൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി? ഓ, അപ്പോൾ അതാണ് കാര്യം. കുഴപ്പമില്ല, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പ്രൊനൗൺസിയേഷൻ, ഇതാണ് അതിൻ്റെ സൊല്യൂഷൻ. ഇത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? എനിവൺ? നിങ്ങൾ ഗ്രാമർ ശ്രദ്ധിക്കും, ഫ്ലുവൻസി നോക്കും, വൊക്കാബുലറി നോക്കും, എല്ലാം ശരിയാണ്. പക്ഷേ നമ്മുടെ IELTSന്റെ അസസ്മെൻറ്റ് ക്രൈറ്റീരിയയിലെ ഒരു പ്രധാന ഘടകം തന്നെയാണ് നമ്മുടെ പ്രൊനൗൺസിയേഷൻ. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എന്നാണ് നമ്മളതിന് പറയുക. ഞാൻ കുറച്ച് വേർഡ്സ് ബോർഡിൽ എഴുതാം, നിങ്ങൾ അതിന് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ പറയണം. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ ഇവിടെ കണ്ടോ, കുറേ വേർഡ്സ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ നോക്കിയേ, BUDGET. ഇത് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന വേർഡ് തന്നെയാണ്. പക്ഷേ ഇത് കറക്റ്റായിട്ടാണോ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്? അല്ല, ഇതൊന്ന് പ്രൊനൗൺസ് ചെയ്യാമോ? ബഡ്ജറ്റ്. അത് ബഡ്ജറ്റ് അല്ല, ശരിക്കും ഇത് ബജറ്റ് ആണ്. കാരണം ഇവിടെ D സൈലന്റ് ആണ്, ഈ ലെറ്റർ ഇവിടെ സൈലന്റ് ആണ്. സോ ഇറ്റ് ബിക്കംസ് ബജറ്റ്. ബജറ്റ്, നോട്ട് ബഡ്ജറ്റ്. D is silent. സോ നമ്മളെല്ലാവരും ബഡ്ജറ്റ് എന്നാണ് പൊതുവെ പറയുന്നത്. പക്ഷേ ഇംഗ്ലീഷിൽ എഴുതുന്ന പോലെ ആയിരിക്കില്ല പലപ്പോഴും പ്രൊനൗൺസ് ചെയ്യുന്നത്. സോ ഇറ്റ് ബിക്കംസ് ബജറ്റ് ആൻഡ് നോട്ട് ബഡ്ജറ്റ്. സിമിലർലി അതർ വേർഡ്സ്. ഈ വേർഡ് റിലേറ്റീവ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. റിലേറ്റീവ്, ഇറ്റ്സ് നോട്ട് റിലേറ്റീവ്, ഇറ്റ്സ് റിലേറ്റീവ്. പിന്നെ ദിസ് വൺ ഈസ് അന്ന, RATION. ഇതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യും? റേഷൻ. ഓക്കെ അന്ന, ഇത് റേഷൻ അല്ല, നമ്മൾ അങ്ങനെയാണ് പറയാറുള്ളത്. നമ്മൾ റേഷൻ ഷോപ്പ് എന്നൊക്കെ പറയാറുണ്ട്. ബട്ട് ഇൻ ഇംഗ്ലീഷ് ഇറ്റ് ഈസ് സപ്പോസ് ടു ബി റാഷൻ, നോട്ട് റേഷൻ. ഇറ്റ്സ് റാഷൻ. റാഷൻ എന്നുള്ളതാണ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. അതുപോലെ തന്നെ നമുക്ക് രണ്ട് വേർഡ്സ് കൂടെ ഉണ്ട്, DEBTയും TOMBയും. ഇത് ഡെപ്റ്റ് അല്ല, ഡെറ്റ് ആണ്. ഇതിൽ B is silent, so it becomes debt. And this one, ഇത് tomb അല്ല, tomb. Tomb എന്നാണ് പ്രൊനൗൺസിയേഷൻ. tomb എന്നുമല്ല, tomb എന്നുമല്ല, tomb. പക്ഷേ സ്പെല്ലിംഗ് ഈസ് TOMB. ഇത്രയും ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ. സോ നമുക്ക് പ്രൊനൗൺസിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ്. ഇത് നിങ്ങളുടെ IELTS സ്പീക്കിങ്ങിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇതൊരു അസസ്മെൻറ്റ് ക്രൈറ്റീരിയ ആണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പറയുന്നത് ക്ലിയർ ആയിട്ട് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊനൗൺസിയേഷൻ ക്ലിയർ ആയിരിക്കണം. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായോ? സോ തൽക്കാലം നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ബാക്കി നമുക്ക് നാളെ പഠിക്കാം. സോ താങ്ക് യു എവ്രി വൺ. ഹാവ് എ നൈസ് ഡേ.